ലെബി, ഏറ്റവും പുതിയ വിവരം വരുന്നു. ഇതിപ്പോൾ സമവായത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സമവായത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ സെൻസർ ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ചില ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ അംഗീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സെൻസർ ബോർഡും നിർമ്മാതാക്കളും സമവായത്തിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോൾ സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ചെയ്യാമെന്ന് നിർമ്മാതാക്കൾ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ സംവിധായകൻ നമ്മളോട് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ മ്യൂട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, എന്നാൽ ഏതെങ്കിലും രീതിയിൽ ദൃശ്യങ്ങൾ അതിൽ നിന്ന് മാറ്റണം. ഇതിനിടയിൽ വാക്കാൽ തന്നെ സെൻസർ ബോർഡിന്റെ അംഗങ്ങൾ ആ കാര്യം ആരാഞ്ഞിരുന്നു. ചില രംഗങ്ങൾ അതിൽ നിന്ന് മാറ്റണമെന്നുള്ള നിർദ്ദേശം വച്ചിരുന്നു. അത് അംഗീകരിക്കില്ല എന്ന് ഈ അരമണിക്കൂർ കിട്ടിയ ഗ്യാപ്പിൽ ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാനകി വി എന്ന ടൈറ്റിൽ മാറ്റുന്നതിൽ ഇവർക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വേറെ മറ്റു മാർഗമില്ലെങ്കിൽ അത് സമ്മതിക്കും എന്നുള്ള കാര്യം അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നു. ഏതായാലും ജാനകി വി എന്ന ടൈറ്റിലല്ല സബ് ടൈറ്റിൽ മാറ്റും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരം അനുരഞ്ജനം എന്നും സമവായം എന്നും ഒക്കെ പറയുമ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു സിനിമയുടെ പേര് അതിൻ്റെ സിനിമ ഇടുമ്പോൾ അതിൽ ജാനകി എന്ന് വന്നതുകൊണ്ട് മാത്രം ആ പേര് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ടൈറ്റിലിൽ മാറ്റം വരണം എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം സെൻസർ ബോർഡ് വെച്ചത്. ഇപ്പോൾ കാര്യമായ മാറ്റമില്ലെന്ന് പറയാം. ടൈറ്റിൽ മാറ്റിയില്ലെങ്കിലും സബ് ടൈറ്റിൽ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സബ് ടൈറ്റിലിൽ ജാനകി വി, അതായത് ജാനകി വിദ്യാധരൻ എന്ന പേരിൻ്റെ വി കൂടി ചേർത്തുകൊണ്ട് ജാനകി വി എന്നാക്കി സബ് ടൈറ്റിൽ മാറ്റാമെന്ന് ഇപ്പോൾ അണിയറ പ്രവർത്തകർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ജാനകി JSK, അപ്പോൾ പേര് ഇങ്ങനെ തന്നെ വരും, ജാനകി JSK, ജാനകി വി വേഴ്സസ് ലെബി, അതായത് സിനിമയുടെ പേര് തന്നെ മാറ്റുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജാനകി വി എന്ന സിനിമയുടെ പേര് മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല വിചാരണ രംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യുമെന്നും തീരുമാനമായിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സിനിമയുടെ പേര് മാറ്റി ജാനകി വി എന്നാക്കാനുള്ള തീരുമാനം തന്നെയാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത്. അതായത് നിർമ്മാതാക്കളും സെൻസർ ബോർഡും ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന തീരുമാനങ്ങൾ. മാത്രമല്ല ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവും ഉണ്ടായിരിക്കുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ചെയ്യാമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. ലെബി സജീന്ദ്രൻ തുടരുക തന്നെയാണ്. ലെബി, എന്തൊക്കെ തന്നെയായാലും ഒരു സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതും അതിൽ വിചാരണ രംഗങ്ങളിലെല്ലാം ജാനകി എന്ന് പറയുന്നിടത്ത് മ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്ര കാലം നിലനിന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിലനിന്ന ചർച്ചകൾക്കെല്ലാം അതൊരു തുടർച്ച തന്നെ ഉണ്ടാവുന്നു അല്ലേ? തീർച്ചയായും റോഷ്നി, അത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ പേര് മാറ്റണം എന്നുള്ള ആദ്യത്തെ നിർദ്ദേശത്തിൽ പേരിൽ തന്നെയല്ലേ സബ് ടൈറ്റിലും വരുന്നത്. അപ്പോൾ ഫലത്തിൽ പേര് മാറ്റിയിരിക്കുകയാണല്ലോ. സബ് ടൈറ്റിലിൽ നിന്ന് ജാനകി എന്നുള്ള പേര് ഒഴിവാക്കണം എന്നുള്ള സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തിന് പകരം സമവായത്തിലേക്ക് വന്നപ്പോൾ ജാനകി വി എന്നാക്കിയിരിക്കുന്നു. ഏതായാലും ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെൻസർ ബോർഡ് കടന്നു കയറിയിരിക്കുന്നത്. മറ്റു മാർഗമില്ലാതെ തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ സമവായത്തിന് ഇപ്പോൾ തയ്യാറായിരിക്കുന്നതും. കാരണം സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 27 തിയേറ്ററിൽ വരേണ്ട ചിത്രമാണ്. ഇത്രയും കോലാഹലങ്ങളുണ്ടായി, ദിവസം ഇത്രയും മാറി. ഇനിയും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രാരാബ്ധവും സിനിമ അണിയറ പ്രവർത്തകർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ അനുരഞ്ജനത്തിനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകും എന്നുള്ള സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു. അവർക്ക് വേറെ മാർഗവുമില്ല റോഷ്നി, അത് തന്നെയാണ് ഇവിടെ ഓർക്കേണ്ടതും. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് കൂടി ഫേവറബിളായ തീരുമാനത്തിലേക്ക് സെൻസർ ബോർഡ് താഴ്ന്നു എന്നാണോ പറയേണ്ടതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാര്യം ചില രംഗങ്ങളിൽ അതായത് കോടതിയിലെ വിചാരണ രംഗങ്ങളിൽ മ്യൂട്ട് ചെയ്യണം, അത് ഇവർക്ക് തടസ്സമില്ല എന്ന് രാവിലെ പറഞ്ഞിരുന്നു. ഈ തടസ്സമില്ല എന്ന് പറയുമ്പോഴും മറ്റു മാർഗമില്ലാതെയാണ് അണിയറ പ്രവർത്തകർ ഇത് തടസ്സമില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം, അതായത് ജൂൺ 18 കേരളത്തിലെ തിരുവനന്തപുരത്ത് ഇത് സെൻസറിംഗ് ബോർഡിന് മുന്നിലെത്തിയതാണ്. അന്നിത് സെൻസർ ബോർഡ് കണ്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ട ചിത്രമാണ്. തൊട്ടടുത്ത ദിവസമാണ് മുംബൈയിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഈ ചിത്രത്തിന് ഇത്തരത്തിൽ റിലീസിങ്ങിന് അനുമതി ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത്. തുടർന്നാണ് ഇതിന്റെ നിയമ പോരാട്ടമൊക്കെ ആരംഭിക്കുന്നത്. ഹൈക്കോടതിയിൽ വരുന്നു. അതിനുശേഷം ഇതിന്റെ സെൻസറിംഗ് റിവൈസ് കമ്മിറ്റിക്ക് മുൻപാകെ വിടുന്നു. കഴിഞ്ഞ മാസം 26-നാണ് റിവൈസ് കമ്മിറ്റി ഇത് കണ്ടത്. 9 അംഗ റിവൈസ് കമ്മിറ്റി കാണുന്നു. റിവൈസിംഗ് കമ്മിറ്റി കണ്ടതിന് ശേഷവും ഇത്തരത്തിൽ ഇതേ നിലപാടിൽ സെൻസർ ബോർഡ് ആദ്യം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. വീണ്ടും ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന് തന്നെയാണ് ഇവർ കാത്തിരുന്നത്. അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം റോഷി മറ്റു മാർഗമൊന്നുമില്ല. ഈ തരത്തിൽ സെൻസർ ബോർഡ് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള കാര്യം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം JSK, ജാനകി വേഴ്സസ്
സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിൽ ജാനകിയുടെ സ്ഥാനത്ത് വി കൂടി ചേർത്തിരിക്കുന്നു. ആ സബ് ടൈറ്റിൽ മാറ്റുക എന്നത് അവർക്ക് ഈ ഡിജിറ്റൽ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് നേരത്തെ അല്പം മുമ്പ് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി സിനിമയുടെ പേര് JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായി മാറിയിരിക്കുന്നു. ഏതായാലും ഇതിൽ പേര് മാറ്റുക എന്നുള്ള, ജാനകി എന്നുള്ളത് എടുത്തു കളയുക എന്നുള്ള ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് അവർ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അതിലേക്ക് ഇപ്പോൾ നിർമ്മാതാക്കളും അത് സമ്മതിച്ചിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ചില വിചാരണ രംഗങ്ങളിൽ മ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം. അവിടെയും ഓർക്കേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ മ്യൂട്ട് ചെയ്യാമെന്ന് ഇപ്പോൾ ഹർജി എഡിറ്റ് ചെയ്ത വെർഷന് 3 ദിവസത്തിനകം അനുമതി നൽകണം. 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറാണെന്ന് സെൻസർ ബോർഡ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത സിനിമ എത്രയും വേഗം സെൻസർ ബോർഡിന് മുൻപിൽ നൽകണം. ഹർജി അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. റോഷൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ ഇത് കഴിഞ്ഞ ജൂലൈ 5-നാണ് ഇവിടെ നിന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വന്ന് സിനിമ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത്. കളർ പ്ലാനറ്റ് എന്നുള്ള സ്റ്റുഡിയോയിലേക്ക് നേരെ ജഡ്ജി എത്തുന്നു. ജഡ്ജി ഈ സിനിമ കണ്ട് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത്ര ഒരു നമുക്ക് പരിചിതമായ കാര്യമല്ല. ഇത്തരത്തിൽ നേരിട്ട് വന്ന് കോടതി തന്നെ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഏതായാലും കുറച്ച് അനുകൂല പരാമർശമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ജാനകി എന്നുള്ള പേര് എങ്ങനെയാണ് സീതയുടെ പേരെന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുക തുടങ്ങിയ പരാമർശമൊക്കെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത്